പിന്നെ ഇന്ന് നല്ലൊരു പരിപാടി പങ്കെടുത്ത്. വേറൊന്നുമില്ല, ഈ വഴിയാത്രക്കാർക്ക് ഇപ്പോൾ ഈ വേനലാണല്ലോ, ഭയങ്കര കഠിനമായ ചൂടല്ലേ. ഈ വഴിയാത്രക്കാർക്ക് ദാഹജലം, അതായത് നാരങ്ങ വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി പങ്കെടുത്തു. അപ്പോൾ ഈ യൂണിവേഴ്സൽ ജിമ്മിൻ്റെ ഉടമ രഞ്ജീഷ് സാറാണ്, ആശാനാണ് നടത്തുന്ന ഈ പരിപാടി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെ പരിപാടി ഉണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയതാണ്. ഇവിടെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെയ്യണ പരിപാടിയാണ്. ഇതുപോലെ പല പരിപാടികളും പുള്ളി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മനുഷ്യത്വപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയില്ല, ഇതുപോലെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് ഓണത്തിന്, ക്രിസ്മസിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇടപെടലുകൾ ചെയ്യാറുണ്ട് പുള്ളി. ഇപ്പോൾ ഞാൻ പറയണതല്ല, ഇപ്പോൾ ഈ ഇലക്ഷൻ കാലഘട്ടമല്ല, കാശ് ഇങ്ങനെ അടിച്ച് ചിലവാക്കുന്ന സമയമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. അപ്പോൾ അവരുടെയൊക്കെ ക്യാമ്പിൻ്റെ മുമ്പിൽ ഇതുപോലെ ദാഹജലം വെക്കുന്ന പരിപാടി അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടാകുന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും മനുഷ്യത്വപരമായ ഒരു കാര്യമാണ് പുള്ളി ചെയ്യുന്നത്. ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യണല്ലോ പുള്ളിക്ക്, പുള്ളിയുടെ ഒരു മൈൻഡാണിത്. പുള്ളി ഇതിനു വേണ്ടി എന്തും സഹിക്കും, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരുപാട് പണമുള്ള ആളൊന്നുമല്ല പുള്ളി, ഒരു സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് പേര്, ഏതാണ്ട് 900 പേർക്കുള്ള വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ഒരു 1.5-2 മണിക്കൂറിൻ്റെ വെള്ളം മുഴുവൻ തീർന്ന് എല്ലാവരും വന്ന് കുടിച്ച് സന്തോഷം. ഞാനത് തീരുന്നത് വരെ അവരൊപ്പം നിന്ന് പങ്കാളിയായിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് അവരൊപ്പം നിന്നിട്ട്. അപ്പോൾ അവരെ ജിമ്മിലുള്ള പിള്ളേരാണ് അധികം ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അവരും അവരെ ജോലിയൊക്കെ കളഞ്ഞ് ഇതിനു വേണ്ടി കുറേ നേരം വന്ന് നിന്ന്. അപ്പം നമ്മൾ അവിടെ നിന്ന ആൾക്കാരെ വെള്ളം കുടിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടു നോക്കി. ഓക്കെ. സമ്മാനം നൽകുന്ന കേരളത്തിന്റെ കാരുണ്യ പ്ലസ്. വെള്ളം കുടിച്ചോ, വെള്ളം കുടിച്ചോ, വാ നാരങ്ങൾ കുടിച്ചോ. തല മാത്രം കല്യാണം കടലിന്റെ മക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുവാൻ കൊച്ചിയുടെ കാവലാളാകുവാൻ യുവത്വത്തിന്റെ പ്രതീകങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് മുഴുവൻ പ്രബുദ്ധരായ വോട്ടർമാരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ വിനയത്തിന്റെ ഭാഷ.
എവിടെ ഉണ്ടാക്കുക झालं വെള്ളടിച്ചോ വികാസ് കുടിക്കടിയാ നല്ല പരിപാടിയാണ് കേട്ടോ.